ഇതാണോ ഞങ്ങള് പറഞ്ഞ മാവേലി? പുള്ളി ഓണത്തിന് മുമ്പ് ഇവിടെ കയറി ഇരിക്കുവാന്നോ? ശരിക്കും? അപ്പൊ ഈ ഓണത്തിന് എങ്ങോട്ടും ഇല്ല, ഇവിടെ എല്ലാരും രാധാസിലോട്ട് വരണം മാവേലിയെ കാണണം. ഈ മാവേലിന്ന് ഇത് ഷാളല്ലേ? ഇത് ഓർമ്മ എനിക്ക് തരുമോ? തീർച്ചയായും, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് ആ കണ്ണ് വേണമെന്ന് പറഞ്ഞാൽ തരുമോ? അല്ല എടുക്കണ്ട, വെക്കാൻ പറ്റും. അത്രയ്ക്ക് ഉറപ്പുണ്ട്? അയ്യോ, അത് രണ്ട് ഷാളാണ്. മാവേലിയുടെ കണ്ണാണ് കേട്ടോ, അത് കണ്ടില്ലെന്ന്. ചേട്ടാ, മാവേലി കാണാൻ വന്നേ. മാവേലി ഇവിടെ ഉണ്ടോ? തിരക്കിലാണോ? ബിസിയിലാണോ? കാണാൻ പറ്റുമോ? ചേച്ചി തിരക്കിലാണോ? ചേച്ചി ഈ മാവേലി എവിടെയാ ഉള്ളത്? താഴെയാണോ? തിരക്കിലാണോ? കാണാൻ പറ്റുമോ? പുള്ളി ഇങ്ങോട്ട് വരുമോ? എന്നാ ഒന്ന് വിളിക്കാവോ? അതോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണോ? ശരി, എന്നാ പോയിട്ട്. എവിടെയാണോ ചേച്ചി? രാധാസിലെയാണോ? മാവേലി ഉണ്ടോ ഇവിടെ? അല്ല, മാവേലി ഉണ്ടോ? കാണാൻ പറ്റുമോ? തിരക്കാണോ? അത് നിങ്ങളുടെ ഇവിടുത്തെ മാവേലി ഇപ്പൊ ഇവിടെ വന്നെന്നാ അറിഞ്ഞത്. ഓണോട്ട് ഇവിടെ രാധാസിൽ ആദ്യമായിട്ട് വന്നെന്നാ അറിഞ്ഞത്. അതുകൊണ്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. നിങ്ങള് ഇവിടെ മാവേലി വന്നെന്നറിഞ്ഞ് ഉണ്ടോ? മാവേലി ഉണ്ടോ? എവിടെയാ? അതെ, നിങ്ങളെ കാണാം. മാവേലി ഉണ്ടോ? എവിടെയാ? ഇവിടെ ഉണ്ടോ? ഇങ്ങോട്ട് വരുമോ? പുള്ളി വിളിച്ചാ പറഞ്ഞോ. ഇങ്ങോട്ട് വരുമോ? മാവേലി വന്നിട്ട് എത്ര ദിവസമായി? 2 ദിവസമായി. 2 ദിവസം ആയതേ ഉള്ളു. ഒന്ന് വിളിക്കാവോ? അതോ ഞങ്ങൾ അങ്ങോട്ട് പോണോ? ആണോ? എന്നാ അങ്ങോട്ട് പോവാം. ശരി, താങ്ക് യു. അതെ, എവിടെയാ? ഹലോ, ഇതാണോ ഞങ്ങള് പറഞ്ഞ മാവേലി? പുള്ളി ഓണത്തിന് മുമ്പ് ഇവിടെ കയറി ഇരിക്കുവാന്നോ? ശരിക്കും? അപ്പൊ ഈ ഓണത്തിന് എങ്ങോട്ടും ഇല്ല, ഇവിടെ എല്ലാരും രാധാസിലോട്ട് വരണം മാവേലിയെ കാണണം. ശരിക്കും? അല്ല, ഞാനിങ്ങനെ അറിഞ്ഞ് മാവേലി ഇപ്പൊ രാധാസി കയറി കൂടിയിട്ടുണ്ട്. പുള്ളി ഇനി പുറത്തോട്ടില്ലെന്ന് പറയുന്നതായിട്ട്. ഓരോരുത്തരും ഇങ്ങനെ രാധാസിലോട്ട് വരണം മാവേലിയെ കാണണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പൊ 1-2-3 ഫോട്ടോസും വീഡിയോസും കണ്ട്. അപ്പൊ ഇതാണ് മാവേലി. പുള്ളി ഇവിടെ ആയിരിക്കുന്നില്ലേ. ഞാൻ മേളിൽ വന്നപ്പോ ചോദിച്ചു മേലോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാവോന്ന് ചോദിച്ചു. പുള്ളി വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എങ്ങനെ പേരെങ്ങനെ? എന്റെ പേര് അനീഷ വിളിച്ചിട്ടാണ് മാവേലി ഇവിടെ വന്നത്. ഓക്കെ, അപ്പം ഒരു രക്ഷയില്ല കേട്ടോ. മാവേലി ശരിക്കും ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഇതെങ്ങനെയാണ് ഇത്രയും ആ ഒരു മാവേലിയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്? കഷ്ടപ്പെട്ടു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ വരുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന മൈക്കെന്ന് വെച്ചോ. ഈ മാവേലിന്ന് ഇത് ഷാളല്ലേ? ഇത് ഓർമ്മ എനിക്ക് തരുമോ? തീർച്ചയായും, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് ആ കണ്ണ് വേണമെന്ന് പറഞ്ഞാൽ തരുമോ? അല്ല എടുക്കണ്ട, വെക്കാൻ പറ്റും. അത്രയ്ക്ക് ഉറപ്പുണ്ട്? അയ്യോ, അത് രണ്ട് ഷാളാണ്. മാവേലിയുടെ കണ്ണാണ് കേട്ടോ, അത് കണ്ടില്ലെന്ന്. അല്ല, ആൾക്കാർക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാധാസി വന്നാലേ മാവേലിയെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഞാനിങ്ങനെ 2-3 വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് നേരിട്ട് വന്ന് മാവേലി ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം. ഓണത്തിന് മുമ്പേ മാവേലി ഇങ്ങ് വന്നെന്ന് പറഞ്ഞു. അപ്പം തമാശയല്ല, ശരിക്കും പറയാലോ, നിങ്ങൾ ഒരു കലാകാരി തന്നെ. ഇത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈം ഇവിടെ ചെയ്യുന്നത്? അങ്ങനെയാ? വന്നോ? ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? എന്റെ സെക്ഷന് ഞങ്ങൾ 3 വന്നോ? ഷാളൊക്കെ ചുറ്റി തന്നത് അവളാ. അതെടുത്തു. പുള്ളിക്കാരി ഒളിച്ചിരിക്കുക. ഇവിടെ നിന്നോ? അപ്പം എത്ര ദിവസം എടുത്തു ഇത്? 5 ദിവസം. 5 ദിവസം കൊണ്ട് റെഡിയാക്കി. ഓണർ ഒന്നും പറഞ്ഞില്ല?
ഇല്ല സാറിന്റെ അടുത്ത് പറഞ്ഞു പണിയെടുക്കാതെ ഇല്ല നമുക്ക് ഓണമായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടെന്ന് നമ്മൾ വേണമെന്ന് സാറ് തന്നെ പറഞ്ഞ വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തായാലും ചെയ്യണം. ചെയ്തോളാം. പക്ഷെ ഇതിങ്ങനെ മാവേലിയുടെ രൂപത്തിൽ വരുമോ എന്ന് നേരത്തെ ഐഡിയ ഉണ്ടായിരുന്നോ? ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ക്രിസ്മസിന് ട്രീ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പറിനകത്ത് നമുക്ക് ഓരോ കോളം തന്നെ എടുത്തിട്ട് എന്നാലും ഇത് അതേ കളർ ഇങ്ങനെ റെഡിയാക്കി മാവേലിയുടെ കണ്ണായാലും കുറച്ചുകൂടെ ദൂരത്തിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അടിപൊളിയായിട്ട് അല്ല കാണാൻ. ഇതിന് നമ്മളൊരു കുറെ നാൾ മുമ്പേ നമ്മളത് വരച്ച് ഒരു പേപ്പറിനകത്ത് നമ്മൾ വെക്കാൻ തുടങ്ങി. കാരണം നമുക്ക് നമുക്ക് കുറച്ചാളത്തെ മുമ്പേ ഉള്ള കഷ്ടപ്പാടാണ്. പക്ഷെ സത്യം പറയാലോ, നമ്മള് ഇത് നേരിട്ട് വന്ന് കാണുന്ന സമയത്തെ നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാട് കാണാൻ 5 ദിവസം ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇത് ചെയ്തതിന് തന്നെ നിങ്ങളെ അംഗീകരിക്കേണ്ടതായിരുന്നു. കാരണം നമ്മൾ അറിഞ്ഞില്ലേലും ആൾക്കാർ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഈ ഇത്രയും നിങ്ങളുടെ ഈ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്, രാവിലെ ഒരു 10 മണിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 9:30 വരെ ഇവിടെ കഷ്ടപ്പാടാണ്. അതിന്റെ ഇടയ്ക്ക് മനസ്സിലുള്ള ഒരു കല, അത് കലയെ കാണിക്കാനുള്ള ഒരു അനുവാദം തന്ന മുതലാളിമാർക്കും അവർക്കും ഒരു അംഗീകാരം അറിയിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ജോലിയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കല വളർത്താനുള്ള ഒരു അംഗീകാരം തന്നതിന് പിന്നെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവരെ എല്ലാവരെയും വിളിച്ച് കാണിക്കണം കേട്ടോ മാവേലി. എല്ലാവരും വരുന്നുണ്ട്, ഫേസ്ബുക്കിൽ കണ്ടപ്പോ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതിലും ഭയങ്കരമായിട്ട് ഒരു കലാകാരിയാണ്. ഇനിയും ഇതേപോലുള്ള മാവേലി മാത്രമല്ല, ഈ ക്രിസ്മസ് അപ്പൂപ്പ അങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ഓരോന്ന് കൊണ്ടുവരണം. ഇവിടെ മാത്രം ഒതുക്കരുത്. കാരണം പറ്റുമെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ തുണിയിലല്ലേ ചെയ്തത്, എംബ്രോയിഡറി വർക്ക് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനൊക്കെ അത്യാവശ്യം എന്റെ വീടിന്റെ ഭിത്തിയിലല്ല ഇതൊക്കെ തന്നെ. തന്നെ. അപ്പൊ വെറുതെ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ പേരെങ്ങനെ? ആതിര. അന്നേരം സഹായിച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം പറക്കി വെച്ച്. വേറെ ആരെങ്കിലും നിങ്ങളുടെ സെക്ഷൻ ആയിരുന്നു? ഒരാളുണ്ട്, ചായക്ക് പോയെന്ന് തോന്നുന്നു. ചായക്ക് പോയാ ചുരുട്ടിത്തരാൻ അവരെല്ലാരും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഒരുപാട് ഷാൾ ഉണ്ടായിട്ട് നമുക്ക് ചുരുട്ടി ഒരാൾ തന്നെങ്കിലും നമുക്കിത് മനസ്സിലാവുമല്ലോ. അത് ഒരു സൈഡിൽ നിന്ന് കൊടയല്ലേ. അങ്ങനത്തെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. എല്ലാം കൊണ്ടും മാവേലി ഇവിടെ, ഇനി മാവേലി എനിക്ക് തോന്നുന്നില്ല ഇവിടം വിട്ട് പോകുമെന്ന് കേട്ടോ. ഈ ഓണം രാധാസ് കൊണ്ടുപോയി. സന്തോഷമുണ്ട്. കാരണം നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പബ്ലിസിറ്റി, അത് പരസ്യമാവണ്ട, ഡയറക്റ്റ് ആൾക്കാർ ഇങ്ങോട്ട് വരും. ഈ മാവേലിയെ കാണാൻ വേണ്ടി വരുന്നവരായാലും ജസ്റ്റ് ഇവിടെ കളക്ഷൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് ഡ്രസ് എടുത്തു പോകും. അല്ല, ഈ ഓണം കഴിഞ്ഞ് ഈ മാവേലി ഇവിടെ എടുത്ത് മാറ്റണമെന്നുള്ളതിൽ എനിക്ക് ഒരു ഇതില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റുവാന്നുണ്ടെങ്കിൽ ഇത് എല്ലാരും അറിയണം. ഇത്രയും നല്ലൊരു കല വളരെ ചുരുക്കമാണ് ആൾക്കാർ ചെയ്യുന്നത്. സന്തോഷമുണ്ടോ? വീട്ടിലേക്ക് അറിയിച്ചോ? വന്ന് കണ്ടറിയോ? സന്തോഷമായി കാണുമല്ലോ. അമ്മ ഇങ്ങനൊരു കലാകാരിയാണെന്നറിയുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെ. അപ്പൊ ഈ ഓണം രാധാസിലെ മാവേലിയോടൊപ്പം ആഘോഷിക്കുവാണ് ഞങ്ങള്. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ ഇനി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ അനീഷയോടൊപ്പം സച്ചിൻ, ബൈ.